തിരുവനന്തപുരം യാത്രയുടെ അവസാന ദിവസമായ ഇന്ന് വളരെയേറെ പ്രത്യേകത ഉള്ളതാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആഴിമല ശിവക്ഷേത്രത്തിലെ വൈകുന്നേരം തൊട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദർശനം വരെ നീളുന്ന മനോഹരമായ ഒരു യാത്രയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അറബിക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം ഇവിടുത്തെ 58 അടി ഉയരമുള്ള കൂറ്റൻ ഗംഗാധരേശ്വര ശില്പമാണ്. വൈകുന്നേരം ഇവിടെ വരുന്നത് ശരിക്കും ഒരു അനുഭവം തന്നെയാണ്. കടലിന്റെ ഇരമ്പലും ശിവന്റെ ഈ മനോഹര രൂപവും കൂടി ചേരുമ്പോൾ ശരിക്കും മനസ്സ് നിറയുന്നു. അറബിക്കടലിന്റെ നീരപ്പരപ്പിലും പാറക്കെട്ടുകൾക്കും നടുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടുന്ന് നേരെ പോയത് പാളയം പള്ളിയിലേക്കാണ്. പള്ളിയും അമ്പലവും മസ്ജിദും വളരെ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരുവനന്തപുരത്തെ പാളയം. മതസൗഹാർദ്ദത്തിന്റെ ഒരു പ്രതീകം. അവിടുത്തെ സെന്റ് ജോസഫ് കത്തീഡ്രൽ 1873 ഈ പള്ളി സ്ഥാപിതമായത്. അവിടെ കുറച്ചു സമയം ചെലവഴിച്ച് നേരെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ദാന പരിപാടികളും അതുപോലെ തന്നെ സംഗീത വിരുന്ന് നടക്കുന്ന വേദിയിലോട്ട്. വലിയൊരു ജനക്കൂട്ടവും അതിമനോഹരമായ ലൈറ്റിങ്ങും ആ രാത്രിയെ കൂടുതൽ ഊർജ്ജസ്വലമാക്കി. പാട്ടും ഡാൻസും ആട്ടവും ഒക്കെ കഴിഞ്ഞ് നേരെ അവിടുന്ന് ഇറങ്ങി. പിന്നെ ആ വാക്ക് വേ കൂടെ കുറച്ച് സമയം അങ്ങോട്ട് നടന്ന് ആസ്വദിച്ചു. ഇനി ഫുഡ് കഴിക്കാൻ പോകാം. ഇവിടുത്തെ ഒരു ഫേമസ് റെസ്റ്റോറൻ്റ് ആണ് സംതൃപ്തി. അവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുന്നത്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് വളരെ തിരക്കായിരുന്നു അവിടെ. ഇവിടുത്തെ മെനുവിൽ വളരെയധികം ഐറ്റം അവൈലബിൾ ആണെങ്കിലും നമ്മുടെ ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് ഇവിടുത്തെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫുഡ് എന്ന് പറയുന്നത് ദോശ, ചമ്മന്തി, രസം, പപ്പടം എല്ലാം കൂടി ചേർത്ത ഒരു കോമ്പിനേഷൻ. അതൊരു വെറൈറ്റി തന്നെയായിരുന്നു. എന്തായാലും നമ്മളും അത് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി. ഇനി നാളെ രാവിലെ നമ്മൾ നേരെ പോകുന്നത് തിരുവനന്തപുരത്തിന്റെ ഹൃദയമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും അത്ഭുതകരവും നിഗൂഢതകൾ നിറഞ്ഞതുമായ ഒരിടം. സ്വർണത്തിന്റെ തിളക്കവും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രവും ഇന്നും ആർക്കും പിടികൊടുക്കാത്ത നിഗൂഢതകളും ഒത്തുചേരുന്ന ഒരിടം. ശില്പകലയുടെ ഒരു അത്ഭുതമാണ് ഇവിടുത്തെ ഓരോ കല്ലും. ദ്രാവിഡ ശില്പകലയുടെ മനോഹാരിത വിളിച്ചോദിക്കുന്ന 7 നിലകളുള്ള ആ ഗോപുരം. അകത്ത് കടന്നാൽ ആ ശാന്തത അതൊന്ന് അനുഭവിക്കേണ്ടത് തന്നെയാണ്. സാധാരണമായി ഇവിടുത്തെ ദർശന സമയം വരുന്നത് രാവിലെ 3:30 മുതൽ 7 മണി വരെയും പിന്നീട് 8:30 മുതൽ 11:15 വരെയുമാണ്. പിന്നെ വൈകുന്നേരം 5 മണി മുതൽ 6:30 വരെയും. ഇതൊരു സാധാരണ ക്ഷേത്ര ദർശനമല്ല നിങ്ങൾക്ക് തരുന്നത്. ഇതൊരു അനുഭൂതി തന്നെ ആയിരിക്കും. തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ തീർച്ചയായും ഇവിടെ വരിക. ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ വീഡിയോയിലൂടെ ആ അനുഭവം നിങ്ങൾക്ക് കുറച്ചെങ്കിലും പകരാൻ കഴിഞ്ഞെന്ന് കരുതുന്നു. ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇനി അവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് നാടൻ സദ്യ. മദേഴ്സ് ഫുഡ് പ്ലാസയിലെ സദ്യ കഴിക്കാൻ പോവുകയാണ്. തിരുവനന്തപുരത്തെത്തുന്ന മിക്ക ആൾക്കാരും ഇവിടെ വന്ന് സദ്യ കഴിക്കാതെ മടങ്ങിയിട്ടില്ലെന്നാണ് കേട്ടിരിക്കുന്നത്. നല്ല നാടൻ ഊണ് കഴിക്കാൻ എത്ര ആളുകളാണ്! അതും ട്രഡീഷണൽ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞിരുന്ന് ആൾക്കാർ ഇലയിലെ ഊണ് കഴിക്കുന്നു. ഞങ്ങൾക്കും കിട്ടി ഇല. ഊണിനെ പറ്റി പ്രത്യേകിച്ച് ഇനിയൊന്നും പറയേണ്ടതില്ലല്ലോ. നല്ല കളർഫുൾ ആയിട്ടുണ്ട്.
സാധാരണ നമ്മൾ കഴിക്കുന്ന രീതിയിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ ഒരു സ്റ്റൈൽ. എന്താണെന്നല്ലേ പറയാം. ആദ്യം പരിപ്പ് കൂട്ടി പിന്നെ സാമ്പാർ കൂട്ടി കഴിച്ചു കഴിയുമ്പോഴാണ് ആ ട്വിസ്റ്റ് മനസ്സിലാകുന്നത്. പിന്നെ 4 കൂട്ടം പായസവും പഴവും പായസവും പപ്പടവും കോളിയും പായസവും ഇതെല്ലാം കഴിച്ചതിന് ശേഷമാണ് ചോറും മോരും കഴിക്കേണ്ടത് പോലും. സത്യത്തിൽ ആദ്യം എനിക്ക് ഇത് കണ്ട് അത്ഭുതമാണ് തോന്നിയത്. പക്ഷെ എന്തായാലും അവർ പറഞ്ഞ രീതി അനുസരിച്ച് അവർ വിളമ്പിയ രീതിക്ക് തന്നെ ഞങ്ങളും കഴിച്ചു. കണ്ണൂരുകാരിയായ എനിക്ക് തിരുവനന്തപുരത്തെ ഈ സദ്യ ഒരു പുതിയ അനുഭവമായിരുന്നു. ഒപ്പം ഒടുക്കത്തെ ടേസ്റ്റും. നിങ്ങളിൽ എത്ര പേർ ഈ രീതിയിൽ സദ്യ കഴിച്ചിട്ടുണ്ട്? മലബാർ ഭാഗത്തുള്ളവർ തിരുവനന്തപുരം സദ്യ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള വ്യത്യാസം എന്താണ്? കമന്റിൽ രേഖപ്പെടുത്തുക. ഇവിടെ ലൈവായിട്ട് ബോളി ഉണ്ടാക്കുന്നതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ചു നേരം അങ്ങനെ നിന്നു. തിരുവനന്തപുരം എന്ന ഈ നഗരം എപ്പോഴും മനസ്സിൽ മായാതെ നിൽക്കും. നിങ്ങൾക്കും തിരുവനന്തപുരത്ത് പോയിട്ടുള്ള നല്ല ഓർമ്മകൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ. ഈ ട്രിവാൻഡ്രം മ്യൂസിയത്തിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് എറണാകുളത്തേക്കാണ്. ബാക്ക് ടു ഹോം. യാത്രകൾ അവസാനിക്കുന്നില്ല. പുതിയ യാത്രകളും പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം. നന്ദി.